ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന അവന്റെ ഉത്തമദാസന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ചതമ്പുരാന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാക്ഷിച്ച് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ റമദാനിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സംസ്കരിച്ചെടുക്കുവാനുള്ള ഒരു തത്രപ്പാടിലാണ് ലോക മുസ്ലിങ്ങൾ മുഴുവൻ. ഷാബാൻ വന്നു കഴിഞ്ഞാൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്ന ഒരു മാസമാണ് ഷാബാൻ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. റമദാനിനെ മഹത്വപ്പെടുത്തുന്നതിനായി ഷഅബാനിലെ ധാരാളം നോമ്പെടുത്തിരുന്നു, സുന്നത്ത് നോമ്പുകൾ എന്നെല്ലാം പറയുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏറെക്കുറെ മനസ്സുകൊണ്ട് നാം പരിശുദ്ധ റമദാനിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന, അതിന് നമ്മെ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ പശ്ചാത്തലത്തിൽ അനിവാര്യമായ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട മറ്റൊരു വിഷയം ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഓതിവെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 1-2 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഒരു ദിവസം 17 തവണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ച തമ്പുരാനെ നീ ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരണേ. ആ ചോദ്യം ചോദിച്ചതിന്റെ തൊട്ട അടുത്ത പേജിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. നിങ്ങൾക്ക് ഹുദയല്ലേ വേണ്ടത്, ഹിദായത്തല്ലേ വേണ്ടത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീം അല്ലേ, നേരായ മാർഗം അല്ലേ ചോദിച്ചത്? എങ്കിൽ ഇതാ പിടിച്ചോ, ഈ വിശുദ്ധ ഖുർആനുണ്ട്. ഈ ഖുർആനിൽ വളരെ വ്യക്തമായും വളരെ കൃത്യമായും എന്താണ് സന്മാർഗം, എന്താണ് നേർമാർഗം എന്ന് കാണിച്ചു തരുന്നുണ്ട്. അത് അവലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മളൊരു വ്യക്തമായ ചോദ്യമാണോ പടച്ചോനോട് ചോദിക്കുന്നത്? പടച്ചോനെ എനിക്ക് നേർമാർഗം കാണിച്ചുകൊണ്ടാ? അല്ലല്ലോ. തീർച്ചയായിട്ടും റഹ്മാനായ റബ്ബ് ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് നേർമാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ എടുത്തിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിനെ അതിൽ പറഞ്ഞ കൽപ്പനകൾ ആ അർത്ഥത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നിത്യാദി ചില സംഗതികൾ നമുക്ക് എടുത്തു നോക്കുമ്പോൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ ലക്ഷണമായിട്ട് പറയുന്നത്, ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂനസ് സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവര് അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ നമസ്കാരം നിലനിർത്തുകയും അതേപോലെ പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് നൽകിയത് എന്താണോ റഹ്മാനായ റബ്ബ് അവർക്ക് എന്താണോ നൽകിയത് അതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് അവരുടെ പ്രത്യേകതയായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒന്ന്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുക, അത് അള്ളാഹുവിലും അവന്റെ പരലോകത്തിലും വിശ്വസിക്കലാണ്. പിന്നെ ഉടനെ പ്രാധാന്യപൂർവ്വം പറഞ്ഞത് നമസ്കാരമാണ്. പിന്നെ അതിനുശേഷം പറഞ്ഞത് നോമ്പിനെ പറ്റിയോ ഹജ്ജിനെ പറ്റിയോ അല്ല, മറിച്ച് സകാത്തിനെ കുറിച്ചാണ്. പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ അവർ വ്യയം ചെയ്യുന്നവരാണ്, അവർ ചെലവഴിക്കുന്നവരാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്താണോ നൽകിയത് ആ നൽകിയതിനെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ പ്രഥമ ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ
ഈ മാർഗദർശനം, ഏതൊരു മാർഗദർശനം നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിച്ചുവോ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനിവാര്യമായും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, സമൂഹത്തിലുണ്ട്, രാജ്യത്തുണ്ട്, എല്ലായിടത്തുമുണ്ട്, ലോകത്തുണ്ട്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെ അടിസ്ഥാനം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് അവസാനം ചെന്ന് നിൽക്കുന്നത് പൈസയിലായിരിക്കും, പണത്തിലായിരിക്കും. പണമായിരിക്കും ആ പ്രശ്നങ്ങളുടെ മൂലകാരണം അല്ലെങ്കിൽ മൂലഹേതു എന്ന് പറയുന്നത് പണമായിരിക്കും. ആയതുകൊണ്ട് തന്നെ പണത്തെ വളരെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം. പണത്തിന് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത്. കാരണം അതാണ് നിങ്ങളുടെ ഇടയിൽ പകല പ്രശ്നം ഉണ്ടാക്കുക. കാശ് വന്നപ്പോൾ അവന്റെ സ്വഭാവമാണ്, ഒന്നും ഇല്ലാത്തപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പലപ്പോഴും പറയാനുണ്ടാവുക ഈ പണം വന്നതും ഇല്ലാത്തതും ഇതൊക്കെ ആയിട്ടുള്ള കുറേ മാറ്റങ്ങൾ. പണത്തിന് വേണ്ടി എന്തും ചെയ്യാനാകുന്ന അവിടെ ബന്ധങ്ങളൊന്നുമില്ല, അവിടെ സ്വന്തങ്ങളില്ല, അവിടെ കടപ്പാടുകളില്ല, അവിടെ ബാധ്യതകളില്ല. അങ്ങനെയൊക്കെ ആയിട്ട് മനുഷ്യനിടയിലുള്ള വല്ലാത്ത ഈ അവരുടെ ബന്ധങ്ങളുടെ ഉലച്ചിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന പലതിന്റെയും അടിസ്ഥാന കാരണം നിങ്ങൾ എടുത്തു നോക്കിയാൽ അതൊക്കെ പൈസയായിരിക്കും അവസാനം. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പൈസ എന്ന് പറഞ്ഞാൽ, പണം എന്ന് പറഞ്ഞാൽ അൽ മാല് മാലൊന്നാണ്. മാല് എന്ന് പറഞ്ഞാൽ അത് പടച്ചവന്റേതാണ്. അത് റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഔദാര്യമായിട്ട് നൽകിയതാണ്, നിങ്ങളുടേത് എന്ന് പറഞ്ഞു നിങ്ങൾക്കത് അവകാശപ്പെടാനില്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഹിസാബ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ അത് കൊടുക്കും, അവൻ ഉദ്ദേശിച്ചമാതിരി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ അവിടുന്ന് കുറെ ആളുകൾ ഗൾഫിലേക്ക് കയറി പോകുന്നുണ്ട്. എല്ലാവരും ഒരേമാതിരി കാശുണ്ടാക്കുന്നുണ്ടോ? രണ്ടുപേരും ഒരേ കോളേജിൽ പഠിച്ചതാ, ഒരേ ഡിഗ്രി പാസ്സായതാ, ഒരേ ജോലിയിലാ കയറുന്നത്. ഒരാൾ നല്ല പൈസ ഉണ്ടായി നല്ല ജോലിയിൽ കയറ്റി നല്ല കാശൊക്കെ ആയിട്ട് വരുന്നു, മറ്റേ ആൾ ഇതൊന്നും ഇല്ലാതെയും വരുന്നു. അതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആർക്കാണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച ആളുകൾക്ക് ഗൈരി ഹിസാബ് കണക്കില്ലാതെ കൊടുക്കും. നമ്മൾ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ റേഷൻ കാർഡില്ലേ, ഈ റേഷൻ കാർഡ് കൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാല് അതിൽ എത്ര മണ്ണെണ്ണ എത്ര പഞ്ചസാര നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടില് 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇത്ര ഗ്രാം ഇത്ര കിലോഗ്രാം ഇത്ര ലിറ്റർ മണ്ണെണ്ണ അല്ലെങ്കിൽ ഇത്ര പഞ്ചസാര എഴുതിയിട്ടുണ്ട്. ഒന്നുമില്ല, സംഭവം പോട്ടെ, ഉണ്ടാവും. നിങ്ങൾ അവിടെ പോയിട്ട് തിരക്ക് കൂട്ടിയിട്ട് എനിക്ക് ഇത്ര പോരാ, ഇതിനേക്കാൾ അപ്പുറം വേണം പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കടക്കാരൻ പറയും നീ എന്ത് തിരക്ക് കൂട്ടിയും കാര്യമില്ല, നിനക്ക് എഴുതപ്പെട്ടത് ഇത്രയാണ്, ഇതിന്റെ അപ്പുറത്ത് തരാൻ കഴിയില്ല. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ എന്റെ സാമർത്ഥ്യം കൊണ്ട് അല്ല, അത് പറഞ്ഞൊരാളുണ്ട്, നമ്മുടെ ഭാഷയെ പറഞ്ഞ എന്റെ ചമത്തുകൊണ്ട്, അല്ലേ? എന്റെ അറിവും കഴിവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കാശാണ്, ആയതുകൊണ്ട് ഞാൻ എങ്ങനെ ചെലവാക്കണമെന്ന് ഞാൻ ചെലവാക്കും, നീ പറയണ്ട എന്ന് അള്ളാഹിനോട് പറഞ്ഞ ഒരാളുണ്ട്. മൂസ അലൈഹി സ്വലാമിനോട് പറഞ്ഞ ഒരാളുണ്ട്. അല്ലേ? മുതലാളിത്തത്തിന്റെ പ്രതീകം. എന്റെ കാശാണല്ല, പൈസയാണല്ല, പൈസന്റെ അപ്പുറത്തൊന്നുമില്ല. ആയതുകൊണ്ട് ഈ സമ്പത്ത് ഞാൻ സമ്പാദിച്ചതാണ്, എന്റെ സാമർത്ഥ്യം കൊണ്ട് എനിക്കുണ്ടായതാണ്. അതെങ്ങനെ ചെലവാക്കണം, എന്താക്കണം, ഞാൻ അടിച്ചു പൊളിക്കും, ചിലപ്പതാക്കും, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. പക്ഷേ അതെങ്ങനെയെന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. ഇതൊരു ഹാറൂന്റെ ഭാഷയാണ്, ഇതൊരു വിശ്വാസിക്ക് വരുന്നതല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഈ ലഭ്യമായിട്ടുള്ളതൊക്കെ എന്റെ റഹ്മാനായ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്, ഞാൻ എന്റെ തൽക്കാല സൂക്ഷിപ്പുകാരൻ മാത്രമാണ്, അതിനപ്പുറത്ത് ഞാനൊന്നുമില്ല എന്ന അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി അതിനെ സമീപിക്കുന്നവൻ ഒരു സമ്പന്നന്റെ ധാർഷ്ട്യമോ ധിക്കാരമോ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു സംഗതിയോ ഒന്നും അതിൽ കാണുക സാധ്യമല്ല. ആയതുകൊണ്ട് ഒരു വിശ്വാസി അവൻ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഫضലാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയുന്നതോടൊപ്പം അത് എന്റെ ഇഷ്ടത്തിന് ചെലവാക്കാനും എനിക്ക് അവകാശമില്ല. നാളെ പരലോകത്തെ എല്ലാ സാധനത്തിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കുക, അല്ലേ? നാളെ പരലോകത്ത് നിന്റെ ശരീരം എങ്ങനെയാ, നിന്റെ ആയുസ് എങ്ങനെയാ ചെലവഴിച്ചത്, അങ്ങനെ ചോദിച്ചിട്ട് പൈസന്റെ അവിടെ എത്തുമ്പോ 2 ചോദ്യം ചോദിക്കുക. എന്താ ചോദ്യം? എവിടുന്നാ നീ ചെലവഴിച്ചത്, എവിടുന്നാ നീ സമ്പാദിച്ചത്, എങ്ങനെയാ നീ സമ്പാദിച്ചത്, എങ്ങനെയാ നീ ചെലവഴിച്ചത്? 2 ചോദിക്കും.
അത് സമ്പാദിക്കാൻ ഒരു മുറയുണ്ട്, അതേപോലെ ചെലവഴിക്കുന്നിടത്തും ഉണ്ട്. അവിടെയൊന്നും പൈസ എന്റേതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും പറയാൻ അവകാശമില്ല. ആയതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് വിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 തരത്തിലുള്ള ബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നിങ്ങളും നിങ്ങളുടെ നാഥനുമായിട്ടുള്ള ബന്ധം, പടച്ച തമ്പുരാനുമായിട്ടുള്ള ബന്ധം. രണ്ടാമത്തത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം. മൂന്നാമത്തത് മനുഷ്യനും ഈ പ്രപഞ്ചവും പ്രകൃതിയും ഒക്കെ ആയിട്ടുള്ള ബന്ധം. ഈ 3 ബന്ധങ്ങളെ നിർവചിക്കുന്ന കൂട്ടത്തിൽ മനുഷ്യനുമായ ബന്ധത്തിന് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്തെന്നെ അമലും വിവാദത്തും ദിക്റും ദുആയും സലാത്തും സകാത്തും ഒക്കെ ചെയ്താലും ഒരു മനുഷ്യനുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് വിള്ളലോ വീഴ്ചയോ പറ്റിയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ തന്നെ നിങ്ങളുടെ അമലൊന്നും അവിടെ സ്വീകരിക്കില്ല. അപ്പൊ ഏതാ വലുത്? അള്ളാഹുവിന് വേണ്ടി ചെയ്തതൊക്കെ എവിടെയാ തടഞ്ഞു നിൽക്കണമെന്ന് അറിയോ? ഒരു മനുഷ്യനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേര് ആയതുകൊണ്ടാണല്ലോ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ പൊരുത്തപ്പെടിക്കുന്നത്. കാരണം ഈ 6-7 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കി 10-40 ദിവസം കടയൊക്കെ മൂടി അവസാനം ചെന്ന് അവിടെ ചെന്ന് നിന്നിട്ട് അവിടെ ചെന്ന് ചെയ്തിട്ട് ഇത് അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിലോ? ആയതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധം നന്നാകണം. അത്ര കണ്ട് മനുഷ്യബന്ധത്തിന് അള്ളാഹുവിനോടുള്ള ബന്ധത്തെ പോലെ തന്നെ താല്പര്യവും പ്രാധാന്യവും കൊടുത്തൊരു ദീൻ എന്നുള്ള നിലക്ക് സ്വലാത്തും സക്കാത്തും. സ്വലാത്ത് അത് അള്ളാഹുമായിട്ടുള്ള നിങ്ങളെ അടുപ്പിക്കുന്ന, വല്ലാതെ പടച്ചതമ്പരാനുമായിട്ടുള്ള നിങ്ങളുടെ ബാന്ധവത്തെ, നിങ്ങളുടെ ആ ഇന്റിമസി ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഊഷ്മളമായ ബന്ധം, അതിനെ വല്ലാതെ അടുപ്പിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ എന്ത് ആ സ്വലാത്ത് എന്ന് പറയുന്നത്. അല്ലെ, അഖിമിസ്സലാത്തിൽ ദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ വസ്ജുദ് വഖ്തരിബ്, ആ സുജൂദിലൂടെയാണ് നിങ്ങൾ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്നത്. പടച്ച തമ്പുരാനുമായി നിങ്ങളെ അടുപ്പിക്കുന്ന ഒന്നാണ് നിസ്കാരം. അതോടൊപ്പം തന്നെ ആ നിസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞ മറ്റൊരു സംഗതിയാണ് അസ്സകാത്ത്. അഖീമുസ്സലാത്ത വആത്തുസ് സകാത്ത്. സ്വലാത്തിന് എത്ര പ്രാധാന്യത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞോ അതേ പ്രാധാന്യത്തോടു കൂടെ തന്നെ സകാത്തിനെയും പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ 28 തവണ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ 27 പ്രാവശ്യവും സ്വലാത്തിന്റെ ഒപ്പാണ് പറഞ്ഞത്, നമസ്കാരത്തിന്റെ ഒപ്പമാണ് പറഞ്ഞത്. അഖീമുസ്സലാത്ത വആത്തുസ് സകാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു തന്നപ്പോൾ ബിനിയൽ ഇസ്ലാം അലാ ഖംസിൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് വസ്സലാത്തു വസ്സകാ വഹജ്ജ് വൽഹജ്ജ് വസൗം റമളാൻ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇസ്ലാം 5 പഞ്ചസ്തംഭങ്ങളിൽ നിർമ്മിതമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ മദ്രസ കാലത്ത് തന്നെ പഠിച്ച ഈ സംഗതിയിൽ അതിന്റെ ആ സീക്വൻസ് നോക്കി, അതിന്റെ ശ്രേണി നോക്കി, അതിന്റെ മുൻഗണനാക്രമം നോക്കി, അതില് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിന് ശേഷം, എന്ന കലിമത്തൊട്ടതിന് ശേഷം വസ്സലാത്ത്, പിന്നെ നിസ്കാരം, വസ്സകാത്ത്, പിന്നെ സക്കാത്ത്, വൽ ഹജ്ജ്, അതിനുശേഷം സൗമ റമളാൻ, റമളാനിലുള്ള നോമ്പ്. ഇങ്ങനെ പറഞ്ഞ ഒരു ഹദീസും നമുക്ക് കാണാം. എന്തായാലും റമളാന്റെയും ഹജ്ജിന്റെയും മുമ്പിൽ, ഹജ്ജിന്റെയും റമളാന്റെയും മുമ്പിൽ എടുത്തു പറയപ്പെട്ടത് സക്കാത്ത് തന്നെയാണ്. നമ്മളിപ്പോ ഒരു കല്യാണ അന്വേഷണമോ മറ്റോ ഒക്കെ കഴിയുമ്പോൾ ആളുകളെ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോഴേ പറയണ എങ്ങനെയാണ്? നോമ്പ് നിസ്കാരമൊക്കെ ഉണ്ട് അല്ലെ, നോമ്പ് നിസ്കാരമൊക്കെ ഉണ്ട്. ഈ നോമ്പ് നിസ്കാരം എന്നേ നമ്മൾ പറയുള്ളൂ. ഈ നോമ്പിനെക്കാളും നിസ്കാരത്തോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ സക്കാത്ത് കൊടുക്കാത്ത ഒരാളെ, നിസ്കരിക്കാത്ത ഒരാളെ നമ്മൾ രണ്ടാം കടയായിട്ടല്ലേ കാണല്? അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ മുമ്പിൽ നിസ്കരിക്കാത്ത ഒരാള് പറഞ്ഞാൽ ബൈനർ റജുൽ വൽ കഫ്റു തർക്കു സ്വലാത്ത്, ഒരു മനുഷ്യനും ഒരു കാഫറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കല. നിസ്കാരം ഇല്ലാത്ത ഒരുത്തൻ വെള്ളിയാഴ്ച മാത്രം പള്ളിക്ക് വരുന്ന ഒരുത്തനെ നമ്മൾ കാണില്ല, എന്തായാലും 2ാം നമ്പറായിട്ടാണ് അത് നിസ്കാരം ഇല്ലാത്തവൻ. സക്കാത്ത് കൊടുക്കാത്തവൻ അങ്ങനെ കാണില്ലുണ്ടോ? സക്കാത്ത് കൊടുക്കാൻ ഒരുപാട് കഴിവുണ്ടായിട്ടും അങ്ങനെ കൊടുക്കാത്ത ആളുകളെ അങ്ങനെ ഒരു 2ാം കണ്ണോടെ നമ്മൾ കാണലുണ്ടോ? നിസ്കാരം അതൊക്കെ ആളൊക്കെ സക്കാത്തൊക്കെ കൊടുക്കാത്ത ആളാണ്, അങ്ങനെ ഒരാളെ പറ്റി പറയാറുണ്ടോ? കാരണം എല്ലാവരും കൊടുക്കാത്തവരാ, പിന്നെന്താ ഒരാളെ പറ്റി മാത്രം അങ്ങനെ പറയാനുള്ളത്? നിസ്കാരം ഉണ്ടാകുക പറഞ്ഞത് വലിയ ചെലവുള്ള കാര്യമല്ല, നോമ്പും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല, പോക്കറ്റ് കൈവെക്കുന്ന കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ കാര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ ആ സക്കാത്തിനോട് ഒരു ചിറ്റമ്മ നയം അല്ലെങ്കിൽ ഒരു 2ാം കടയായിട്ട്, അതിനെ ഒരു സെക്കൻഡറി ആയിട്ട്, അതിനെ ഒരു 2ാമതായിട്ട് കാണുന്ന ഒരു സംവിധാനം നമ്മുടെ ഇടയിലുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് ഫൈൻ താബൂ വഅഖാമുസ് സ്വലാത്ത വആതുസ് സകാത്ത ഫഇഖ്വാനുകും ഫിദ്ദീൻ. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത ആളുകളെ പറ്റി പറഞ്ഞ കൂട്ടത്തില് നിങ്ങൾ അവിടെ ചെന്നിട്ട്
അവര് തൗബ ചെയ്ത് മടങ്ങുകയും നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവം അവരുടെ ഉണ്ടെങ്കിൽ പിന്നെ അവര് മുസ്ലിങ്ങളാണ്, അവര് മുഅ്മിനുകളാണ്. നിങ്ങളുടെ ഇഖ്വാനുക്കൾ നിങ്ങളുടെ സഹോദരന്മാര് തന്നെയാണ്. പിന്നെ അവർക്കെതിരെ വാളെടുക്കൽ ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, സകാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് എന്നതോടൊപ്പം തന്നെ അതിനേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ നമസ്കാരത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു കൊടുക്കുക, പിന്നെ ആദ്യം അള്ളാഹുവിനുള്ള വിശ്വാസത്തെയും തൗഹീദിനെ പറയുക, ആ തൗഹീദ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തെ കുറിച്ച് പറയുക, പിന്നെ അവരിലെ പാവപ്പെട്ടവരെ പരിഗണിക്കുവാൻ വേണ്ടി സകാത്തിനെ എടുത്തു പറഞ്ഞു കൊടുക്കുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരമുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ പല വ്യവസ്ഥകളും പല പ്രത്യയശാസ്ത്രങ്ങളും വിജയിച്ചത് ഈ ഉള്ളവനെയും ഇല്ലാത്തവനെയും തമ്മിൽ വർഗശത്രുക്കളാക്കിയിട്ടാണ്, പരസ്പരം തമ്മിൽ തല്ലിച്ചുകൊണ്ടാണ്. മുതലാളി വർഗം തൊഴിലാളി വർഗം. ഇസ്ലാം അങ്ങനെയല്ല. ഉള്ളവനെയും ഇല്ലാത്തവനെയും വർഗശത്രുക്കളാക്കുകയല്ല ചെയ്തത്. ഉള്ളവനെ കൊണ്ട് ഇല്ലാത്തവനെ ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് അവന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അതിന്റെ ഉത്തരവാദിത്വം സമ്പന്നനെ ഏൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഇസ്ലാമിൻ്റെത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയതുകൊണ്ട് നമുക്കിവിടെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും ശക്തമായിട്ട് നമസ്കാരത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ സകാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമുദായത്തിന് സകാത്തിനോടുള്ള നിലപാട് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി നടന്ന നവോത്ഥാനം എന്താണ്. ഇന്നിപ്പോൾ ഒരുപാട് നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് നവോത്ഥാന സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ആദ്യമായി ഉണ്ടായ നവോത്ഥാന ശ്രമം എന്ന് ചോദിച്ചാൽ അത് സകാത്ത് നിഷേധത്തിനെതിരെ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു വാളെടുത്തു എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഏറ്റവും ലോലഹൃദയനായ ഏറ്റവും സൗമ്യശീലനായ ഒരു മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, സകാത്തിന് ആളെ പിരിക്കാൻ വേണ്ടി വിട്ടപ്പോ പറഞ്ഞു, റസൂലിന്റെ കാലത്ത് കൊടുത്തു, റസൂല് മരിച്ചില്ലേ, ഇനിയിപ്പോ അത് കൊടുത്ത് തരുന്ന പ്രശ്നമില്ല, ഇനി അങ്ങനെ ബൈത്തുൽ മാലിലേക്ക് അടക്കില്ല, നിങ്ങളുടെ സക്കാത്ത് കമ്മിറ്റിക്ക് തരില്ല, ഞാൻ എന്റെ ഇഷ്ടത്തിന് എത്ര വെച്ചാൽ നക്കാപ്പിച്ചങ്ങനെ കൊടുക്കും, ഞാൻ എന്തോന്നും കൊടുക്കും, പറ്റൂല പറഞ്ഞു. അതിന് വല്ലാഹി ഉഖാത്തിൽ നിന്ന് മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത് അങ്ങനെ തന്നെ പറഞ്ഞു, പടച്ചവനെ തന്നെ ഞാൻ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ. ആര്? സ്വലാത്തിലും സകാത്തിലും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുന്ന ആളുകൾ. ഫഇന്ന സകാത്ത് ഹഖുൽ മാൽ, സകാത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പത്തിന്റെ ഭാഗമാണ്, നിങ്ങളുടെ ഹക്കാണ്. പാവപ്പെട്ടവർക്ക് ലിസ്സാഇൽ വൽ മഹ്റൂം വല്ലദീന ഫീ അംവാലിഹിം ഹഖുൻ ലിസ്സാഇൽ വൽ മഹ്റൂം. നിങ്ങളുടെ സമ്പത്തിലുണ്ട് ചോദിച്ചു വരുന്നവനും മാർഗം തടയപ്പെട്ടവനും രോഗിയായിട്ട് വികലാംഗനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അധ്വാനിക്കാൻ കഴിയാതെ ഒരു ഓരത്താക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട നിസ്വരായ അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. അവർക്കും ജീവിക്കണം. ഇവിടെ പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടോ സാമ്പത്തികമായ നഷ്ടം കൊണ്ടോ രോഗം കൊണ്ടോ ഒക്കെ അശരണരായിപ്പോയ കുറെ മനുഷ്യന്മാരുണ്ട്. അവരുടെ സമ്പത്ത്, അവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്തിലുണ്ട്, അവരുടെ പൈസ നിന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ നിങ്ങൾ അവനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് എന്നിരിക്കെ ആ സകാത്ത് അങ്ങനെ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ഞാൻ പുറപ്പെടുന്നതാണ്. അപ്പം ഹസ്രത്ത് ഉമർ റളിയല്ലാഹു ചോദിച്ചു, കാര്യത്തിൽ ഏറെ കർക്കശ ബുദ്ധിയുള്ള ആളല്ലോ, അദ്ദേഹം പോലും ചോദിച്ചു പോയി, ഇത്ര ഗൗരവത്തിൽ വേണം? ഇസ്ലാമിന്റെ അലകും പിടിയും മാറ്റാനുള്ള ഏത് ശ്രമവും അതിലൊന്നാം തീയതി തന്നെ നിർത്തണം. പറ്റൂല. ഉറക്കം വരുന്നുണ്ടോ എന്ന് ഞാൻ ഈ ചാരിയിരിക്കണപ്പോഴേ നിങ്ങൾ പറഞ്ഞാണ് ഈ സംഭവം. വന്നൊന്ന് നല്ല ഉറങ്ങാനുള്ള പരിപാടിയില്ല. ഇവിടെ 2 റക്അത്ത് ഉറങ്ങി 2 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടില്ല കേട്ടോ, കാര്യം പറയാം. കൂടുതൽ നിനക്കൊന്ന് വിളിച്ചുപിടുകയും ചെയ്യും ഇടയ്ക്ക്. നോക്കുക, നമസ്കാരവും സക്കാത്തും രണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ്. എങ്കിലും നമ്മൾ അത് രണ്ടാംകടയായിട്ട് കാണുന്നത്. അതിനുള്ള വേറൊരു സംഗതി കൊണ്ട് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമ്മുടെ ഈ പുതുപ്പള്ളിത്തരൂടെ അടുത്ത് ഒരാൾ ഒരു 5-6 ഏക്കർ സ്ഥലം വാങ്ങി, അതിനൊക്കെ പ്ലോട്ടായിട്ട് അങ്ങോട്ട് സൈറ്റ് പിരിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. അതിനൊക്കെ വാങ്ങിയത് ഒരു ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് വാങ്ങിയത്. നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെന്താ പേരിടുക? ഒരു റാഹത്ത് നഗർ, സീനത്ത് നഗർ, അല്ലെങ്കിൽ റഹ്മത്ത് നഗർ, സലാമത്ത് നഗർ എന്നൊക്കെ ഒരു പേരും ഉണ്ട്. കുറേ മുസ്ലിങ്ങൾക്ക്
ഒരു 100 മുസ്ലിം വീട് വന്നാൽ പിന്നെ അവിടെ എന്താ വരിക? ഉറപ്പായിട്ടൊരു പള്ളി വരും. ഒന്നല്ല, ഇന്നത്തെ കണക്ക് പ്രകാരം കുറച്ചധികം പള്ളി വരും. എന്നാൽ ഒരു പള്ളി വന്നു എന്ന് തന്നെ വിചാരിക്കാം. പള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കമ്മിറ്റിയായി, അതിനൊരു പ്രസിഡന്റായി, അതിനൊരു സെക്രട്ടറിയായി, അതിനൊരു സംവിധാനങ്ങളായി. അവിടെ ഒരു നേരം വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ ആരാ ചോദിക്കാന്നറിയോ? പള്ളിക്ക് തന്നെ വരാത്ത ആളാ ചോദിക്കുക. ഈ ചങ്ങായി പള്ളിക്ക് തന്നെ വന്നില്ല, എന്തെന്താ വാങ്ങി കൊടുത്തിട്ടില്ലല്ലോ. വാങ്ങോട് കേട്ടപ്പിച്ചേ കണ്ടോ പള്ളിക്ക് വന്നിട്ട്. എന്നാലും നമ്മൾ അരിയും വരിയും തരുന്നതല്ലേ. അവിടെ തണ്ടാസിന് ബ്ലീച്ചിങ് പൗഡർ ഇല്ലെങ്കിൽ, അവിടെ ലൈറ്റ് കത്തിയിട്ടില്ലെങ്കിൽ, അവിടെ മൈക്കിന്റെ സൗണ്ട് ശരിയായിട്ടില്ലെങ്കിൽ, ഒരു ട്യൂബ് മിന്നുണ്ടെങ്കിൽ ഒക്കെ ചോദിക്കാനാളുണ്ട്. അതിന്റെ വ്യവസ്ഥാപിതത്വത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സമ്മതിച്ചു കൊടുക്കൂല, ശക്തമായി ചോദിക്കും. അതെന്താ അങ്ങനെ? ചോദിക്കാൻ ആളുണ്ട്. കാരണം ഇഖാമത്തു സ്വലാ, നമസ്കാരം നിർവഹിക്കപ്പെടണം. നമസ്കാരം വ്യവസ്ഥാപിതമായിട്ട് അവിടെ കാത്തു സൂക്ഷിക്കപ്പെടണം. നമസ്കാരം അവിടെ സംസ്ഥാപിക്കപ്പെടണം. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, വളരെ നല്ലതാണ്. നമ്മുടെ ഈ പുതുപ്പള്ളി തെരുവിൽ എത്ര പള്ളിയുണ്ട്? ഈ ഓരോ പള്ളിക്കാരും ഈ വക വിഷയത്തിൽ വളരെ ജാഗരൂകരല്ലേ അല്ലേ? അതിലന്ന് നോമ്പുറക്കിന് നോമ്പുറക്കുമ്പോൾ കൊടുക്കുന്ന ഒരു വട ചെറുതായ അവരെ ചോദ്യം ചെയ്യും. അതിലിത്തിരി വെള്ളം ഇല്ലെങ്കിൽ ചോദിച്ചു. അങ്ങനെ എന്തൊക്കെ അവർക്ക് വേണ്ട അവകാശം പള്ളിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്ത് വാങ്ങും. അവിടെ കമ്മിറ്റിയെ ശരിക്കും വരച്ച വരയിൽ നിർത്തും. പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും മുത്തവല്ലിനെയും ചോദിക്കും. ഈ 100 വീട്ടുകാരുടെ നമസ്കാരം എന്ന് പറയുന്ന ബാധ്യത എത്ര ഗൗരവത്തിലെടുത്ത് നിങ്ങൾ ഇതൊക്കെ ചെയ്തപ്പോ അഖീമുസ്സലാത്ത വആതു സക്ക, അഖീമുസ്സലാത്ത വആതു സക്ക എന്ന് 27 പ്രാവശ്യം പറഞ്ഞ ആ 100 വീട്ടുകാരുടെ സക്കാത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്? അവർക്ക് നിസ്കാരം മാത്രം മതി, അവരുടെ സക്കാത്ത് വേണ്ടേ? അവരുടെ സക്കാത്തൊക്കെ കൂടെ ഒന്ന് കളക്ട് ചെയ്ത് ഈ 100 വീട്ടുകാരുകൾ എടുത്ത് നോക്കിയാലുണ്ടല്ലോ, 10.5 പവന്റെ മേലെ സ്വർണമുള്ള 99% വീട്ടുകാരുമായിരിക്കും. കാരണം ഏതില്ലാത്തവന് ഒരു 10-25 പവനില്ലാണ്ട് പെണ്ണ് കിട്ടൂല. ഇനിയിപ്പോ വേണ്ട പറഞ്ഞാൽ 10-25 പവൻ കൊടുത്തിട്ടാണ് കയക്കൽ. ഇന്നത്തെ കാലത്ത് അങ്ങനെ പിരിച്ചിട്ടെങ്കിലും കൊടുക്കും, കാരണം അതൊരു ഡിഗ്നിറ്റിയുടെ ഭാഗം. പക്ഷേ 10.5 പവന്റെ മേലുണ്ടെങ്കിൽ ഇത് കൊടുക്കണം എന്നുള്ളത് എത്ര ആൾക്കറിയാം? കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നീ അത് ഹറാമാണ്, തിന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എത്ര പണ്ഡിതന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിസ്കാരത്തെ പറ്റി നിങ്ങൾ എത്ര വയല് കേട്ടിട്ടുണ്ട്? പക്ഷെ സക്കാത്തിനെ പറ്റി അങ്ങനെ കേട്ടിട്ടുണ്ടോ? നിസ്കാരത്തിന് നിസ്കരിപ്പിക്കാൻ എത്ര പ്രസ്ഥാനങ്ങളുണ്ട്, എത്ര മനുഷ്യന്മാരുണ്ട്. സക്കാത്തിന് അങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കാൻ ആരോ ഉണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്ക. ഇവിടെയാണ് ഒരു അബൂബക്കർ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ യുദ്ധം ചെയ്യും, ഞാൻ നിങ്ങളെ ശരിക്ക് കൈകാര്യം ചെയ്യും, വിട്ടില്ല ഞാൻ എന്ന് പറയുന്ന ഒരു അബൂബക്കർ ഈ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വിടില്ല. നമ്മളൊക്കെ ഇപ്പൊ ഇസ്ലാമിന്റെ എല്ലാം പൂർത്തിയായ ആൾക്കാരായിട്ട് ഇങ്ങനെ ചമഞ്ഞ് നടക്കുക. അങ്ങനെയാ, നമ്മളൊക്കെ അങ്ങനെയാ. പിന്നെ ഈ കൊടുക്കുന്ന ആളുകൾ നോക്കുക, ഒരു കൊട്ടക്കണക്കിന് എന്തോ ഒന്ന് കൊടുക്കലാണ്, എന്തോ ഒരു കൊടുക്കലാണ്. അത് എനിക്ക് വാടക ഇനത്തിൽ എത്ര വരുന്നുണ്ട്, മറ്റേ വരുമാനം എത്ര ഉണ്ട്, ഇതെത്രയുണ്ട്, ആഭരണത്തിന്റെ എത്രയുണ്ട്, ശമ്പളത്തിന്റെ എത്രയുണ്ട്, മറ്റു നിക്ഷേപത്തിന്റെ എത്രയുണ്ട്, ഡിപ്പോസിറ്റിന്റെ എത്ര, ഇതൊക്കെ നോക്കിക്കൊണ്ട് കൃത്യമായി കണക്ക് വെച്ച് കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ലൊഹർ ഒരു 3 റക്അത്ത് നിസ്കരിച്ച കുഴപ്പമുണ്ടോ? നിങ്ങൾ ആരും നിസ്കരിക്കലുണ്ടോ? അസർ ഒരു 2 റക്അത്ത് നിസ്കരിക്കലുണ്ടോ? മഗ്രിബ് ഒരു 4 റക്അത്ത് നിസ്കരിക്കലുണ്ടോ? അതിലൊന്നും നിങ്ങളൊരു ഭംഗവും വീഴ്ചയും വരുത്തുന്നില്ലല്ലോ. അതൊക്കെ അതിന്റെ കണക്ക് പ്രകാരം ചെയ്യുന്നില്ലേ? അതിന്റെ സക്കാത്ത് മാത്രം ഒരു എന്തോ ഒരു കണക്കിലൊരു നക്കാത്ത്. ചക്കാത്ത് എന്നൊരു പ്രയോഗം നമ്മുടെ ഇടയിൽ, ആളുകളുടെ ഇടയിൽ വന്നില്ലേ? ഈ ചക്കാത്ത്, ഈ കുരിശ് പറയുന്ന സാധനം ഉണ്ടല്ലോ, വളരെ പവിത്രമായിട്ട് അവർ വിശ്വസിക്കുന്ന ഒരു സാധനം. പക്ഷെ ആള് കുരിശായി പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയാം അല്ലെ? ആ സാധനം ഒരു കുരിശായി മാറുന്നു എന്ന് പറഞ്ഞ പോലെ വളരെ പവിത്രമായ ഒരു സക്കാത്ത്. നിങ്ങളുടെ തത്ഹീറും തസ്കിയത്തും ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ സമ്പത്ത് എടുക്കുന്ന, നിങ്ങളുടെ സമ്പത്തിനെ സംസ്കരിക്കുന്നതിന് ഭാഗമായ ആ സാധനം കൃത്യമായി നിങ്ങൾ കൊടുക്കാണ്ട് എന്തോ ഒന്ന് കൊടുക്കുന്നത് അതൊരു ഔദാര്യമായിട്ടും അങ്ങനെ ഒരു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ബക്ഷീഷായിട്ട് എന്തോ ഒരു സൗജന്യമായിട്ടും ഒക്കെ കൊടുക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിന്റെ ചക്കാത്ത് എന്ന പേര് ഈ സമൂഹം നമ്മളല്ലാത്ത ആളുകൾ വിളിക്കുന്നത്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ടി പത്മനാഭൻ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരെന്താണെന്ന് അറിയാം?
നമ്മൾ എന്തിനാ ദേവത്ത് ചെയ്യണം? അള്ളാഹിന്റെ ദീനിനെ ആരെ കൊണ്ടെങ്കിലും അള്ളാഹ് ദേവത്ത് ചെയ്യും. നമ്മുടെ ദേവത്ത് ചെയ്യേണ്ട ആൾക്കാർ ഭക്ഷണവും കഴിഞ്ഞ് ഇവിടെ കിടന്നുറങ്ങുകയല്ലേ അല്ലേ? അവര് ഇറങ്ങി പണിയെടുക്കണ്ടോ? അവരാ വീട്ടിൽ നിന്ന് ചെലവിന് തന്നെ ഭക്ഷണം കഴിച്ച് അവിടെ കുറങ്ങും, അടുത്ത് നിസ്കരിക്കും, അതിന് നേരം നിസ്കരിക്കും അല്ലാണ്ട് ദേവത്ത്. അപ്പൊ അള്ളാഹ് ഈ ഹുദ ഈ ഹിദായത്ത് ആരിനെ കൊണ്ടെങ്കിലും എത്തിക്കും. ചിലപ്പോ പത്മനാഭൻ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിലും പത്മനാഭനെ കൊണ്ട് ആ പണി പഠിച്ചവൻ ചെയ്യിപ്പിക്കണമെന്ന് ചോദിക്കും. ഖലീഫ ഉമറിന്റെ പിൻഗാമികൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഖലീഫ ഉമറിന്റെ പിൻഗാമികൾ. ആ പുസ്തകത്തിന് അങ്ങനെ ഒരു പേരിടാൻ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം, ഒരു ഡോക്ടറുടെ അനുഭവം പറയാൻ സമയമല്ല. താൻ അവിടെ കാണാൻ പോയ ഒരു പേഷ്യന്റിന്റെ ദാരുണമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് കാശ് വാങ്ങാതെ വന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡോക്ടർ പിന്നെ അടുത്ത ദിവസം അവിടേക്ക് ഒരു വലിയ കിറ്റുമായിട്ട് ചെല്ലുകയാണ് അന്തിപ്പാതിരാക്കി. ആരും അറിയാതെ അവിടെ വലിയൊരു ഭാണ്ഡം സാധനങ്ങളുമായിട്ട് അവരുടെ ആ ദാരിദ്ര്യം കണ്ടിട്ട് അത് കണ്ടപ്പോൾ അന്ന് പത്മനാഭൻ എഴുതി, ഞാനിതാ ഉമറിന്റെ പുനരവതാരങ്ങളെ കാണുന്നു, ഖലീഫ ഉമറിന്റെ പിന്മുറക്കാർ. ഒരുപക്ഷെ ഇവിടെ ഒരു സാമ്പത്തിക സ്ഥിതി സമത്വം ഉണ്ടായി, ഒരു സാമ്പത്തികമായ സുസ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായി. വളരെ മനോഹരമായിട്ട് ഇസ്ലാമിന് ആളുകൾ വായിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്ക് എല്ലാ സൗകര്യവും ഈ രംഗത്തുണ്ടായിട്ടും ഇവിടെ നിങ്ങളുടെ കൈപിടിക്കാൻ ഒരു സർക്കാരും വന്നിട്ടില്ല, ഒരു ഫാസിസ്റ്റുകളും നിങ്ങളെ തടുക്കാൻ വന്നിട്ടില്ല. നിങ്ങൾ ഇവിടെ സക്കാത്ത് നടപ്പിലാക്കാൻ പാടില്ല, നിങ്ങളുടെ മഹല്ലിൽ നിങ്ങൾ എല്ലാം നടപ്പിലാക്കുന്നുണ്ട്, ഇത് മാത്രം നിങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഇത് നടപ്പിലാക്കാൻ നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. മഹല്ലിന്റെ അധികാരത്തിന്റെ തിണ്ണബലം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാട്ടിക്കൊണ്ടിട്ടുണ്ട് ഇവിടെ? എന്തൊക്കെ കാട്ടുന്നുണ്ട്? ഒരു ഭാഗത്തൊരു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു, ഇനി രണ്ടാമതൊരു മയ്യത്ത് നിസ്കാരം കൂട്ടുന്ന ഒരു മയ്യത്തിന് ഒറ്റ നിസ്കാരമാണ്. 100 കണക്കിന് ആളുകൾ വന്ന് കാത്തു നിൽക്കുക. രണ്ടാമത്തെ മയ്യത്ത് ഞങ്ങളുടെ കബറിൽ കബറടക്കില്ല. പാലക്കാട്ടത്തെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. വീട്ടിലെ സ്ത്രീകളൊക്കെ കൂടെ നിൽക്കുക, ഞങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് പറ്റില്ല. ഇവിടെ പെണ്ണുങ്ങളെ നിസ്കരിച്ചാൽ പിന്നെ ഈ മയ്യത്ത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ഞങ്ങളുടെ കബ്രസ്ഥാന് പറ്റില്ല. ഈ സംഗതിക്ക് ഇസ്ലാം അനുവദിച്ചിട്ടും ഇസ്ലാമിനെതിരെ നിങ്ങളുടെ മഹലിന്റെ ഈ അധികാരത്തിന്റെ തിണ്ണബലം ഉപയോഗിച്ചിട്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ രംഗത്ത് നിങ്ങൾക്ക് എന്തേ ഉപയോഗിച്ചുകൂടാ? പറ്റൂലേ? ആരോ അവിടെ ഒരു ഖുർആൻ ക്ലാസ് നടത്തി, ആ ഖുർആൻ ക്ലാസ്സിൽ പോയി അവനൊക്കെ ആ മഹലിൽ നിന്ന് നീക്കി, ഇനി അവനുമായിട്ട് വേണ്ട, അവന് ചൂര വിലക്കി, അവനെ മാറ്റി നിർത്തി. അതിനൊക്കെ നിങ്ങളുടെ ഈ അധികാരം ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്തിക്കൂടാ? ഉപയോഗപ്പെടുത്താൻ കഴിയും. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു വന്നത് ഇത് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ പറഞ്ഞത് അത് ആ അർത്ഥത്തിൽ തന്നെ നടത്താൻ. വഫി, അത് നിങ്ങളുടെ ഔദാര്യമല്ല, അത് അവന്റെ അവകാശമാണ്. അവന്റെ അവകാശമാണ്. ആ അവകാശം അവനിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനം ചെയ്യണം. അതെങ്ങനെയാ ചെയ്യാം? ഇത് വാങ്ങണവനും കൊടുക്കണവനും ആകാന്നില്ല. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാം? ഈ വാങ്ങുന്ന ആള് അവസാനം വാങ്ങിക്കഴിഞ്ഞിട്ടൊരു ദുആ ഉണ്ട്, പടച്ചോനെ അടുത്ത കൊല്ലവും നിങ്ങൾക്കിത് തരാനും എനിക്കിത് വാങ്ങാനും അല്ലെ? അയാൾക്ക് നല്ല സന്തോഷ. അടുത്ത കൊല്ലം ഇത് തരിക എന്ന് പറയുന്നത് ഞാൻ ഈ സമ്പത്തായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ഞാൻ നിലനിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അടുത്ത കൊല്ലവും ഞാൻ വാങ്ങുന്നവനാകണം. ആലോചിച്ച് നോക്കും ഒരു സമുദായത്തിന്റെ അല്ലേ? അപ്പൊ അങ്ങനെ ഒരു അധസ്ഥിതരായ ഒരു പിന്നോക്കക്കാരാകാൻ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ഒച്ചാനിച്ച് മറ്റവന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്ന ഒരു പറ്റം ആളുകളായിട്ട് ഈ സമുദായം മാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് റസൂൽ ഇത് ചെയ്തത്. ഇത് ഇന്ന് വാങ്ങുന്നവൻ അത് ആളുകളുടെ ഇടയിൽ ഈ പൈസ കറങ്ങിക്കൊണ്ടിരിക്കണം. എന്ത് വാങ്ങുന്നവൻ നാളെയും വാങ്ങില്ല, അടുത്ത പോലെ അവൻ കൊടുക്കുന്നവനാകണം. പറ്റൂലേ? പറ്റും. പറ്റൂല എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ഇത് നടപ്പിലാക്കിയ 100 മഹല്ലുകളെ ഞാൻ കാണിച്ചു തരാം. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത മഹല്ലുകൾ എത്രയോ ഉണ്ട് നമ്മുടെ ഇടയിലുണ്ട്. കൃത്യമായിട്ട് അവർക്ക് കിട്ടിയ അധികാരം അള്ളാന്റെ ദീനിനെ സംസ്ഥാപിക്കാൻ ഉപയോഗപ്പെടുത്തി, അല്ലാണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല മഹലിനെ ഉപയോഗപ്പെടുത്തിയത്. നിങ്ങൾക്ക് അധികാരമുള്ളിടത്ത് നിങ്ങൾ മര്യാദക്ക് ഇത് ചെയ്യാഞ്ഞാൽ പിന്നെ പഠിച്ചോ നിങ്ങൾക്ക് വല്ല അധികാരവും തരുമോ? വെറുതെയാണോ ഇമാതിരിയുള്ള ഫാസിസ്റ്റുകളുടെ കീഴിൽ അവരുടെ ആട്ടും തുപ്പും അവരുടെ അടിയും തല്ലും കേട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഏറ്റവും മോശക്കാരായ ലോകത്തിന് ഏറ്റവും വലിയൊരു സമുദായം കഴിയേണ്ടി വന്നത്? നിങ്ങൾക്ക് ഇരിക്കേണ്ടടുത്ത് ഇരിക്കാത്തതിന്റെ കുറവല്ലേ? അങ്ങനൊന്ന് വായിച്ചെടുത്തൂടെ? ഇനിയും അവരിലേക്ക് നിങ്ങൾക്ക് അധികാരം പോകുന്നുണ്ട്, ഇനിയും അവരുടെ അടിമകളായിട്ട് നിങ്ങളെ ജീവിക്കാൻ വേണ്ടി പടച്ചവൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം
നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഒരുപക്ഷെ അറബ് നാടുകളിൽ പോലും ഇല്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ നിങ്ങളുടെ ഈ ജനാധിപത്യ രാജ്യത്തെ വകവെച്ച് തന്നിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ തയ്യാറാകാത്തതിന്റെ ശിക്ഷ പടച്ച തമ്പുരാൻ നമുക്ക് തരും. ആ ബദറിൽ എന്തിനാ അവർക്ക് യുദ്ധം? അവരെന്തിനാ കൊല്ലപ്പെട്ടത്? എന്തിനാ അവര് പ്രയാസം അനുഭവിക്കേണ്ടി വന്നത്? ആ അസീസും ഹമീദുമായ റഹ്മാനായ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നല്ലാത്ത ഒരൊറ്റ തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളോടെടുത്ത ഫാസിസ്റ്റുകളുടെ ശത്രുത എന്താ? നിങ്ങൾക്ക് ഇസ്ലാം ഉണ്ടായി എന്നുള്ളതാ? അവര് സകാത്ത് നടപ്പിലാക്കി. അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ സാമ്പത്തികമായിട്ട് വളരെ നല്ല ഒരു സാമ്പത്തിക സുസ്ഥിതി ഉണ്ടായി. അവരുടെ ഇടയിൽ ദാരിദ്ര്യമില്ല. ഇത് കണ്ടുകൊണ്ട് ആളുകൾ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് പോകാൻ തുടങ്ങി. അതുകൊണ്ട് ഇനി ഇസ്ലാമിനെ ഇവിടെ വെച്ചേക്കാൻ പറ്റൂല. അതാണോ നിങ്ങളോടുള്ള ശത്രുതയുടെ അടിസ്ഥാനം? അല്ലല്ലോ. ഇങ്ങനെ അള്ളാന്റെ ദീനിനെ നടപ്പിൽ വരുത്തുവാനുള്ള ഒരുപാട് സമയവും സാഹചര്യവും സന്ദർഭവുമുള്ള ചെറിയൊരു മേഖലയാണ് ഞാൻ ഈ പറഞ്ഞത്. ആ സകാത്ത് ഇൻഷാ അള്ളാഹ് അതിലെന്താണോ നമ്മുടെ പങ്ക്, നമ്മുടെ വിഹിതം, അത് കൃത്യമായി കൊടുക്കണം. കൊടുക്കാനില്ലാത്തവൻ കൊടുക്കാൻ കഴിയുന്നവനെ പ്രേരിപ്പിക്കണം. അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അത് സംഘടിതമായി കളക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും ഒരു 4 പേരെങ്കിലും സക്കാത്ത് വാങ്ങുന്ന അവസ്ഥയിൽ നിന്ന് അടുത്ത കൊല്ലം സക്കാത്ത് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, നന്ന് ചുരുങ്ങിയത് അവൻ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കൈനീട്ടാത്തൊരവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ബാധ്യത സക്കാത്തിന്റെ വാഹകരായ, സക്കാത്തിന്റെ പ്രണേതാക്കളും അതിന്റെ വക്താക്കളുമായ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ നടപ്പിലായിരുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട ആ ഇസ്ലാമികമായിട്ടുള്ള ചൈതന്യം ഇവിടെ ജീവിച്ച് കാണിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്ന് കൃത്യമായിട്ട് നമ്മോട് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുരവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാന്റെ ഈ ദീനിന്റെ ഈ ഭാഗത്ത് നടപ്പിലാക്കുവാൻ ശക്തമായി ധൈര്യത്തോട് നിലകൊള്ളുന്ന അവന്റെ ഉത്തമദാസന്മാര് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.